നമ്മൾ വലിയ മിസ്റ്റേക്കാണ് ചെയ്യേണ്ടത്. മൂഡ് വന്നിട്ട് തുടങ്ങാം. ഇതെല്ലാം നമ്മളെ ജീവിതത്തെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നത്. നമ്മൾ ഈ മൂഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതൊരിക്കലും ആക്ഷനെ സൃഷ്ടിക്കുന്നില്ല. ശരിക്കും ഈ ആക്ഷനാണ് നമ്മളെ മൂഡ് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ ജിമ്മിന് പോകാൻ മൂഡ് കട്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആദ്യത്തെ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് ജിമ്മ് ചെയ്താൽ മൂഡ് അങ്ങോട്ട് വരും. ഒരു പുസ്തകം വായിക്കാൻ ആദ്യം താല്പര്യം തോന്നും, ഇല്ല ഒരു 5 മിനിറ്റ് വായിക്കാൻ തുടങ്ങിയാൽ മനസ്സ് പതുക്കെ അതിലേക്ക് വരും. അതുകൊണ്ടാണ് ന്യൂറോ സയൻസ് പറഞ്ഞത് ശരീരം ചലിക്കുമ്പോൾ തലച്ചോറും മാറാൻ തുടങ്ങും. പ്രവർത്തനം ആരംഭിക്കുമ്പോഴാണ് തലച്ചോറ് പുതിയ രാസവസ്തുക്കൾ പുറപ്പെടുവിക്കാൻ തുടങ്ങുക. ആ രാസവസ്തുക്കൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഊർജ്ജം അങ്ങോട്ട് കൂടും, ശ്രദ്ധ അങ്ങോട്ട് വർദ്ധിക്കും, പ്രചോദനം ഉണ്ടല്ലോ, മോട്ടിവേഷൻ താനോട് വരും. അതുകൊണ്ട് ഈ മൂഡിന് വേണ്ടി കാത്തു നിൽക്കുന്ന പരിപാടി നിർത്തിയിട്ട് 5 മിനിറ്റിന് മാത്രമായിട്ടൊന്ന് തുടങ്ങുക. കാരണം ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്നുള്ളത് ജോലി ചെയ്യില്ല, ജോലി തുടങ്ങുക, ആരംഭിക്കലാണ്. പലരും നീട്ടി കൊണ്ടുപോകല്ലേ. ആദ്യത്തെ 5 മിനിറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകുന്നത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. മോട്ടിവേഷനല്ല ആദ്യം വരിക, ആദ്യം വരുന്നത് എന്താണ്? ആക്ഷൻ. അത് ആക്ഷൻ തുടങ്ങിയാലാണ് പിന്നെ അതിൻ്റെ പുറകെയാണ് ഈ മോട്ടിവേഷൻ വരിക. അതിൻ്റെ പുറകെയാണ് ഈ ആത്മവിശ്വാസം വരിക. ഈ ആത്മവിശ്വാസം വന്നിട്ട് തുടങ്ങുക എന്നുള്ളതല്ല, അതിനുശേഷമാണ് കൺസിസ്റ്റൻസി, തുടർച്ച, സ്ഥിരത. അതുകൊണ്ട് കാത്തിരിക്കരുത്, തുടങ്ങുക. അപ്പോൾ ഒരു ചെറിയ തുടക്കമാണ് പലപ്പോഴും വലിയ വിജയങ്ങളുടെ തുടക്കം.